ഹൃദയഭാഗത്ത് മതങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മഹത്തായ ഒരു പ്രതീകമുണ്ട്. ലോകം പലപ്പോഴും ഭിന്നിച്ചു നിൽക്കുന്ന ഈ അവസരത്തിൽ പോലും അബുദാബി അസാധാരണമായ ഒന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് അബ്രഹാമിക് ഫാമിലി ഹൗസ്. വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് അവിടെ തന്നെയുള്ള ഫ്രീ വാലറ്റ് സർവീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ നേരെ അബ്രഹാമിക് ഫാമിലി ഹൗസിന്റെ ആ ഒരു മെയിൻ എൻട്രൻസിലേക്ക് പോവാണ് കേട്ടോ. ഗൂഗിളില് അബ്രഹാമിക് ഫാമിലി ഹൗസിന്റെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ സ്ലോട്ട് ബുക്ക് ചെയ്യാം കേട്ടോ. അബ്രഹാമിക് മതങ്ങൾ ഒരുമിച്ച് പഠിക്കാനും ചിന്തിക്കാനും മാനുഷികത ആഘോഷിക്കാനും ഒത്തുചേരുന്ന ഈ അതിശയകരമായ ഒരു സമുച്ചയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 2019 അബുദാബിയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയും അൽ അസ്ഹറിലെ ഗ്രാൻഡ് ഇമാം ഡോക്ടർ അഹമ്മദ് അൽ തയ്യിബും ഒപ്പുവെച്ച മാനവിക സഹോദരത്തിനായുള്ള രേഖയിലെ തത്വങ്ങളെയും യുഎയുടെ മൂല്യങ്ങളെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇമാം അഹമ്മദ് അൽ തയ്യിബ് മോസ്ക്, ഹോളിനസ് ഫ്രാൻസിസ് ചർച്ച്, മോസസ് ബെൻ മൈമോൻ സിനഗോഗ് കൂടാതെ ഫോറം, വിസിറ്റർ സെന്റർ എന്നിവ ഉൾപ്പെടുന്ന ഇവിടെ പഠനം, പ്രദർശനങ്ങൾ, കോൺഫറൻസുകൾ എന്നിവയ്ക്കുള്ള ഒരു മതേതര ഇടമായി ഉപയോഗിക്കുന്നു. സർ ഡേവിഡ് അഡ്ജെ രൂപകൽപ്പന ചെയ്ത ഈ സമുച്ചയം 2023 ഫെബ്രുവരിയിലാണ് ഉദ്ഘാടനം ചെയ്തത്. 30 മീറ്റർ നീളത്തിലും വീതിയിലും 30 മീറ്റർ ഉയരത്തിലുമാണ് ഈ 3 ആരാധനാലയങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ പോയത് ഹോളിനസ് ഫ്രാൻസിസ് ചർച്ചിന്റെ അവിടേക്കാണ് കേട്ടോ. അവിടെ ഭയങ്കര ഉയരത്തിലുള്ള വലിയ വലിയ തൂണുകളാണ് നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നത്. ഇത് ഒമാനിൽ നിന്ന് കൊണ്ടുവന്ന ചുണ്ണാമ്പ് കല്ല് ഉപയോഗിച്ച് പണിത തൂണുകളാണ്. അതേപോലെ നമ്മൾ അവിടുന്ന് അകത്തോട്ട് വരികയാണെങ്കിൽ വളരെ ചെറിയൊരു അൾത്താരയും അതുപോലെ വളരെ നേർത്ത ഒരു ക്രൂശിത രൂപമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ചെറിയ ചെറിയ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച ആ മനോഹരമായ ഒരു മേൽക്കുരയാണ് ഈ ഒരു പള്ളിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ ലളിതമായ ഒരു ക്രൂശിത രൂപമാണ് അവർ ആൾത്താരയിൽ വെച്ചേക്കുന്നത്. ഇത് വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളോടുള്ള ഒരു തുറന്ന സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത്. പള്ളിക്കകത്ത് അധികം രൂപങ്ങളോ ഫോട്ടോകളോ ഒന്നുമില്ല. ചെറിയൊരു ക്രൂശിത രൂപവും അതുപോലെ മാതാവിന്റെ ഒരു സ്റ്റാച്ചു മാത്രമാണുള്ളത് കേട്ടോ. കുറച്ചു നേരം പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത് തന്നെയുള്ള മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ബാപ്റ്റിസ്റ്റ് കാണാനാണ് ഞങ്ങൾ പോയത്. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു പ്രധാന ഒലിവ് മരം ആണ് ഈ കാണുന്നത്. ഇത് ഇവിടെ പ്രതിനിധീകരിച്ചിരിക്കുന്ന 3 അബ്രഹാമിക് മതങ്ങളായ ഇസ്ലാം, ക്രിസ്തുമതം, ജൂതമതം എന്നിവയ്ക്കിടയിലുള്ള സമാധാനത്തെയും ഐക്യത്തെയും പ്രതീകപ്പെടുത്തുന്നു. അൽ അസ്ഹറിലെ ഗ്രാൻഡ് ഇമാം അഹമ്മദ് അൽ തയ്യിബിന്റെ പേരാണ് ഈ ഒരു പള്ളിക്ക് നൽകിയിരിക്കുന്നത്. പള്ളിയുടെ പുറംഭാഗത്ത് 7 കമാനങ്ങളുണ്ട്. ഇസ്ലാമിൽ 7 എന്ന സംഖ്യയുടെ പ്രാധാന്യം ഇത് എടുത്തു കാണിക്കുന്നു. ഇസ്ലാമിക ജാമിതീയ രൂപകൽപ്പനകൾ ഈ കെട്ടിടത്തിലുടനീളം കാണാൻ പറ്റും. 470-ലധികം ചലിക്കുന്ന പാനലുകൾ ഉൾക്കൊള്ളുന്ന മഷ്റബിയ സ്ക്രീൻ വെളിച്ചത്തെയും വായുവിനെയും ക്രമീകരിക്കാനും അതേസമയം അകത്തുള്ളവരുടെ സ്വകാര്യത നിലനിർത്താനും സഹായിക്കുന്നു. ഉൾഭാഗത്ത് 4 നിരകളുള്ള ഒരു ഘടന 9 ഉയർന്ന അറകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. 300-ലധികം ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാൻ ഇവിടെ സൗകര്യമുണ്ട്. 12-ാം നൂറ്റാണ്ടിലെ പ്രമുഖ ജൂത തത്വചിന്തകനും പണ്ഡിതനുമായ മോസസ് ബെൻ മൈമോന്റെ പേരിലാണ് ഈ സിനഗോഗ് അറിയപ്പെടുന്നത്.
ജൂതരുടെ സൂക്ക എന്ന താൽക്കാലിക പ്രാർത്ഥനാലയത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന. ഉത്സവത്തിന് ഉപയോഗിക്കുന്ന ഈ താൽക്കാലിക കൂടാരങ്ങൾ സൂര്യനിൽ നിന്ന് സംരക്ഷണം നൽകുകയും രാത്രിയിൽ നക്ഷത്രങ്ങളെ കാണാൻ അനുവദിക്കുകയും ചെയ്യുന്നു. സിനഗോഗിന്റെ പുറംഭാഗം കുരിശടയാളം പോലുള്ള ഡയഗ്രിഡ് ഡിസൈനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഉള്ളിൽ പരമ്പരാഗത ജൂത ചിഹ്നങ്ങളും സവിശേഷതകളുമുണ്ട്. പ്രാർത്ഥനാ ഹാളിന്റെ ചുവരുകളിൽ ഹീബ്രു ഭാഷയിൽ 10 കൽപ്പനകൾ എഴുതിയിട്ടുണ്ട്. 200-ലധികം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ പ്രാർത്ഥനാ ഹാൾ, അനുഷ്ഠാനപരമായ കുളിമുറി, പഠനമുറി എന്നിവയെല്ലാം ഈ സിനഗോഗിലുണ്ട്. പൊതുവായ ഒരു വാസ്തുവിദ്യാ ശൈലി പങ്കിടുമ്പോഴും ഓരോ കെട്ടിടത്തിനും അതിൻ്റെതായ പ്രത്യേക മതത്തെയും പാരമ്പര്യത്തെയും സൂചിപ്പിക്കുന്ന തനതായ രൂപകൽപ്പനയുണ്ട്. അബുദാബി വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ അബ്രഹാമിക് ഫാമിലി ഹൗസ്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. സമാധാനമായിട്ട് നമുക്ക് പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഈ ഒരു മോസ്കും ചർച്ചും അതുപോലെ ഈ ഒരു സിനഗോഗും. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാൻഡ് ഫാമിലി സ്റ്റോറീസ് ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും കാണാം. ഓക്കെ, ബൈ.